ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഇത്തരത്തിൽ കീം 2026 എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, മെഡിക്കൽ റിലേറ്റഡ് ആയിക്കോട്ടെ പരീക്ഷ എഴുതാൻ പോകുന്ന, അത് കഴിഞ്ഞ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. A to Z കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അത് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, പരീക്ഷ കഴിഞ്ഞാലും നിങ്ങളുടെ റാങ്ക് പ്രഡിക്ഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞുള്ള അലോട്ട്മെന്റ് ആയിക്കോട്ടെ, ഓപ്ഷൻ രജിസ്ട്രേഷൻസ്, ദെൻ അഡ്മിഷൻ വരെ ഞങ്ങൾ കൂടെ ഉണ്ടാകും. അതോടൊപ്പം ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭിക്കാൻ നമ്മുടെ വാട്സാപ്പ് ചാനലിന്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അതിലെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഫുൾ ആണ്, രണ്ടാമത്തെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേഴ്സണൽ മെസ്സേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ മെസ്സേജ് വരുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഏപ്രിൽ 8-ാം തീയതി, അതായത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്ന 7-ാം തീയതിയാണ്, നാളെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഒഫീഷ്യലായിട്ട് തന്നെ വരും എന്ന അപ്ഡേറ്റുകളാണ് ലഭിക്കുന്നത്. അത് ഏപ്രിൽ 17 മുതൽ നിങ്ങൾ തുടങ്ങുന്ന പരീക്ഷയ്ക്ക്, കീം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. നിങ്ങൾക്കറിയാം, അഡ്മിറ്റ് കാർഡ് എപ്പോൾ റിലീസ് ആകുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ആ ഒരു ഇതിൽ ഓണാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ സാൻഡീസ് ആപ്പ് ഉണ്ട്, നിങ്ങൾക്കറിയാം, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ ഇപ്പോൾ തന്നെ പറ്റുന്നുണ്ടോ എന്ന് എല്ലാവരും നോക്കുക. അതായത് കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് നിങ്ങളുടെ പാസ്വേഡും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത് ഉറപ്പുവരുത്തുക. അങ്ങനെയാണ് എങ്കിലാണ് നാളെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് റിലീസ് ആകുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് അതുവഴി ലോഗിൻ ചെയ്ത് അപ്പോൾ തന്നെ ആ അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് cee.kerala.gov.in government.in ആണ്. അപ്പോൾ ലോഗിൻ ഡീറ്റെയിൽസ് അടിച്ചിട്ട് നിങ്ങൾ കയറുമ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ എക്സാം സെന്ററിനെ കുറിച്ച് അറിയാൻ പറ്റും. ഗൾഫ് മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് എക്സാം സെന്റർ ചേഞ്ചുമായി ബന്ധപ്പെട്ട ഡെഡ് ലൈൻ ഇന്ന് 1 മണി വരെ ആയിരുന്നു ഉച്ചയ്ക്ക്. അത് എന്തായാലും അവസാനിച്ചിട്ടുണ്ട്. ദെൻ ആ അഡ്മിറ്റ് കാർഡും അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോ ID കാർഡും, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോയും, ദെൻ ബാക്കി ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുമാണ് നിങ്ങൾ എക്സാം സെന്ററുകളിൽ കൊണ്ടുപോകേണ്ടത്. സാധാരണ ബഫർ ഡേയ്സ് എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു തടസ്സവും ഇല്ലെങ്കിൽ ഏപ്രിൽ 17 മുതലായിരിക്കും നിങ്ങളുടെ എക്സാംസ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പോകണമെന്നില്ല. ആ ഒരു അഡ്മിറ്റ് കാർഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ഓരോ പേപ്പറും ഏത് സെന്ററിൽ ഏത് ടൈമിൽ ഏതൊക്കെ ഡേറ്റിലാണ് എന്ന്. ആ ദിവസം മാത്രമായിരിക്കും. ഫാർമസിക്കാർക്ക് അത് പ്രത്യേകമായിരിക്കും, എഞ്ചിനീയറിംഗുകാർക്ക് പ്രത്യേകം സ്ലോട്ടുകളായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേപ്പർ 1 പേപ്പർ 2 തന്നെ ഫാർമസിക്ക് മാത്സ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം. ദെൻ എക്സാം സെന്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ ഒരു എക്സാം സെന്ററിൽ അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ മുമ്പെങ്കിലും എത്തുക. ദെൻ നിങ്ങളുടെ യൂണിഫോം എന്ന് പറയുന്നത് ഡ്രസ് കോഡ്, സാധാരണ യൂണിഫോം അല്ല. ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ദെൻ അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കൂടി ഫർദർ യൂസിന് വേണ്ടി എടുത്തു വെക്കുക. ഒറിജിനൽ മീൻസ് നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കുന്നു, അഗെയിൻ ഒരു കോപ്പിയും കൂടി എടുത്തു വെച്ചേക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വെക്കുക എന്നും കൂടിയുണ്ട്. ഏപ്രിൽ 8 ആണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഡേറ്റ്. സാധാരണ ഏപ്രിൽ 1 ആദ്യം പറഞ്ഞിരുന്നു, വലിയൊരു ഡിലേ വന്നു. ഇനി അങ്ങോട്ട് കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു അനിശ്ചിതത്വ അവസ്ഥ ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ കൂളായിട്ട് പ്രിപ്പയർ ചെയ്യൂ. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.